കളങ്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് തിരികെ വരാൻ വിയ്യൂർ ജില്ലാ ജയിലിലെ അന്തേവാസികൾക്ക് പുസ്തകങ്ങളാണ് പ്രധാന ആശ്രയം. നിരവധി അന്തേവാസികളാണ് ഇവിടെ വായനയുടെ ലോകത്തേക്ക് കടന്നുവരുന്നത്. ഉള്ളിലെ വികൃത മനസ്സിനെ ശുദ്ധമാക്കാൻ അക്ഷരങ്ങളെ കൊണ്ട് ആകും എന്നാണ് അധികൃതരുടെ പക്ഷം. പൊതുജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്താലാണ് ജയിലിലേക്ക് 3000-ഓളം പുസ്തകങ്ങൾ എത്തിയത്. എല്ലാ ജയിലുകളിലും ലൈബ്രറി ചെറുതായിട്ടെങ്കിലും ലൈബ്രറി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലാ ജയിലിലെ ലൈബ്രറികൾ വളരെ ശുഷ്കമായ ലൈബ്രറി ആയിരുന്നു. ഏകദേശം 1000-ഓളം ബുക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെ പുസ്തകങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മളൊരു ചിന്ത തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മളൊരു സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ച് കവി രാവുണ്ണിയും മേങ്ങണ്ടി ചന്ദ്രശേഖരനും സത്താറാദൂറൊക്കെ വന്ന് ഒരു സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ച് സദ്ഗമയ എന്നായിരുന്നു പേര്. അവരെ കൊണ്ട് തന്നെ നിർബന്ധിച്ച് കവിതകൾ എഴുതിച്ച് ഹൈക്കു മോഡലുള്ള കവിതകൾ എഴുതിച്ച് അതൊരു പുസ്തകമായിട്ട് ചുവരുകളും സംസാരിക്കും അതൊക്കെ അവർ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചുവരുകൾ സംസാരിക്കുന്ന പുസ്തകം ഉണ്ടാക്കി നമ്മളൊരു മിനിയേച്ചർ പുസ്തകമായിട്ട് വളരെ മനോഹരമായിട്ട് ഇറക്കി. വായന മനുഷ്യനെ ശുദ്ധമാക്കുന്നു, വായന മനുഷ്യനെ പുതിയ മനുഷ്യനാക്കുന്നു, നവീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകങ്ങളുടെ തൊടൽ, അതിൻ്റെ ഒരു ടാഞ്ചിബിലിറ്റി നമുക്കറിയാം. നമ്മുടെ അക്ഷരം എഴുതുമ്പോൾ എഴുത്തിലെഴുതുമ്പോൾ കൈ കൊണ്ടോ അരിയിലെഴുതുകയാണ്, അല്ലെങ്കിൽ മോതിരം കൊണ്ട് നാവിലെഴുതുകയാണ്. അപ്പോൾ അത് ആ സമയത്ത് ആ കൊച്ച് അക്ഷരത്തെ തൊടുകയാണ്. ആ തൊടൽ, ഒരു അക്ഷരത്തെ തൊടുമ്പോൾ അതിൻ്റെ സ്ഫുലിംഗം, അതിൻ്റെ ഒരു വൈദ്യുതി അവനെ മാറ്റുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ട് വാക്കുകൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നക്ഷത്ര സ്ഫുലിംഗം ഒരു പക്ഷേ അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ജില്ലാ ജയിൽ വിയ്യൂര് ലൈബ്രറി എല്ലാ ദിവസവും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40ഓളം തടവുകാർ എല്ലാ ദിവസവും പുസ്തകങ്ങളുടെ സേവനം, നമ്മുടെ ലൈബ്രറിയുടെ സേവനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുസ്തകങ്ങൾ വന്ന് ഇവിടെ വെളിച്ചം വീശുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ജയിലിലത്തെ മതിലുകൾക്കകത്തെ അന്ധകാരത്തെ പുസ്തകങ്ങൾ ബൾബുകളായി പ്രകാശിപ്പിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക്.